നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ചട്ടിയിലും ചാക്കിലും ഗ്രോ ബാഗിലും ഒക്കെ നിറച്ച് കായ്ച്ച് പഴുത്ത് പാകമായി നിൽക്കുന്ന മുളക് കണ്ടോ. ഗുഡ് മോർണിംഗ്. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മുളക് കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അതോടൊപ്പം ഇതുപോലെ മുളക് നിറഞ്ഞ് പിടിച്ചു കിട്ടാൻ എന്തൊക്കെ ചെയ്യണം, അതുപോലെ അതിൻ്റെ വിത്ത് മുളപ്പിക്കുന്ന രീതി, ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണണേ, എന്നാലേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവത്തുള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിലെ അടുക്കള ആവശ്യത്തിന് വേണ്ടതായ മുളകൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കൃഷി ചെയ്തെടുക്കാം. പ്രത്യേകിച്ചും വിഷമില്ലാത്ത മുളക്. നമുക്കറിയാം, ഈ മുളകാണെങ്കിൽ നമുക്ക് ചട്ടിയിൽ വളർത്താം, അതുപോലെ ഗ്രോ ബാഗിലോ ചാക്കിലോ ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാം. ടെറസിൻ്റെ മുകളിൽ നമുക്ക് സ്ഥലം കുറവുള്ളവർക്കൊക്കെ ആണെങ്കിലും ചെറിയ ബാൽക്കണി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇത് നട്ട് വളർത്താവുന്നതാണേ. പിന്നെ ചെറിയ വെയിലൊക്കെ കിട്ടണമെന്നുള്ളതേ ഉള്ളൂ, വെയിലുണ്ടായിരിക്കണേ. നമ്മൾ നടുന്ന സമയം മുതൽ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുളക് പിടിച്ചു കിട്ടത്തുള്ളൂ. പ്രത്യേകിച്ച് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ തന്നെ അതിൻ്റെ പോട്ടിംഗ് മിക്സ്, അതും നല്ല കറക്റ്റായിട്ടുള്ള പോട്ടിംഗ് മിക്സ് ആണെങ്കിൽ നമ്മുടെ ചെടിയിലൊക്കെ നിറച്ച് ടൊമാറ്റോ ആണെങ്കിലും അതുപോലെ പച്ചമുളകാണെങ്കിലും കോവയ്ക്ക ആണെങ്കിലും എല്ലാം ഉണ്ടാവും. നിങ്ങൾക്കറിയാം, ഞാനിവിടെ കൂടെ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ വീട്ടിൽ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളെ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് കൃഷി ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് പച്ചക്കറികളൊക്കെ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാതെ നമ്മുടെ വീട്ടിലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് കറിക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ ചെറിയ ഉണ്ടമുളക് കണ്ടോ, നല്ല ഭംഗിയില്ലേ? അത് കാണാൻ തന്നെ, കാഴ്ചയ്ക്ക് തന്നെ ഒരു ഭംഗിയാണ്, നിറഞ്ഞ് കാഴ്ച കിടക്കുമ്പം. ഇതിൻ്റെ ഇലകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വയലറ്റ് കളറാണ് കണ്ടോ, ബ്ലാക്ക് ചേർന്ന് വയലറ്റും കൂടെ ചേർന്നൊരു കളറാണ് ഇതിൻ്റെ ഇലകൾക്കുള്ളതേ. അപ്പോൾ അതുപോലെയാണ് ഇതിൻ്റെ മുളകും. നമ്മൾ ഗ്രോ ബാഗിലാണെങ്കിലും ചട്ടിയിലും ഒക്കെ നമ്മൾ ടെറസിൻ്റെ മുകളിലൊക്കെ വെക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതുപോലെ നമ്മൾ 2 കട്ടയെങ്കിലും പൊക്കി വെച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ വെക്കണേ. അല്ലെങ്കിൽ എന്താ പ്രശ്നമെന്നറിയാമോ, ഇതിനകത്ത് വെള്ളമൊക്കെ കെട്ടിക്കിടന്ന് അത് തറഞ്ഞിരിക്കുമ്പോൾ ഉണ്ടല്ലോ, വെള്ളം കുറച്ച് കെട്ടിയൊക്കെ കിടന്ന് അത് അളിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഏത് പച്ചക്കറികൾ നമ്മൾ വെക്കുമ്പോൾ ഇതുപോലെ ഗ്രോ ബാഗിലോ ചാക്കിലോ ഒക്കെ വെക്കുമ്പോൾ നമ്മൾ അതിനെ ഒന്ന് കട്ടയൊക്കെ വെച്ച് പൊക്കി വെക്കുവാണെങ്കിലോ നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകാൻ സഹായിക്കും. നമ്മളിത് കണ്ടോ, ഒരു ചെറിയ ബോട്ടിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിൽ വെച്ചിരിക്കുന്ന മുളകാണേ. അതിൻ്റെ കൂടെ തന്നെ ഒരു ചീര കിളിച്ച് വന്നു, നമ്മളതിനെ കളഞ്ഞില്ല. അപ്പോൾ പിന്നെ നമ്മളതിനെ കട്ട് ചെയ്തെടുത്തു. കണ്ടോ, അതിലും മുളക് കായ്ച്ച് നിൽക്കുന്നുണ്ട്. ചെറിയ മുളകായിരിക്കുമ്പോൾ തന്നെ അതിലും കായ്ച്ച് നിൽക്കുക. ഇതുപോലൊരു ബോട്ടിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ബോട്ടിലിൽ ചട്ടിയിലും ഒക്കെ നമുക്കിതിനെ വളർത്തിയെടുക്കാം. കണ്ടോ, ഇതിൻ്റെ ഇലകൾ കണ്ടോ. നമ്മൾ ഗ്രോ ബാഗിൽ ഒക്കെ ആണെങ്കിലുണ്ടല്ലോ, ഇതുപോലെ നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പം ഇതിൻ്റെ സൈഡുണ്ടല്ലോ, ഈ ഗ്രോ ബാഗിൻ്റെ സൈഡ് നമ്മൾ ഇതുപോലെ മടക്കി വെക്കണേ. അപ്പോഴാണ് നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കാനും ഒക്കെ നമുക്ക് സൗകര്യമാകുന്നത്. നമുക്കിത് വിത്ത് പാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മുളകെ നിന്ന് പാകമായിട്ടുള്ള മുളക് തന്നെ നമ്മൾ പാകുവാണെങ്കിൽ നല്ലതാണേ. ഇപ്പം കണ്ടോ, ഇതേ നിന്ന് തന്നെ പഴുത്ത് നിൽക്കുവാണ്. മിക്കവാറും ഒരാഴ്ച ഞാൻ ശ്രദ്ധിക്കാതെ വന്നപ്പോഴത്തേക്ക് ഫുള്ള് മുളക് പഴുത്ത് നിൽക്കുക. കൂടുതൽ നമുക്ക് അച്ചാറിടാനും ഒക്കെ മറ്റു കറികൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മുളകാണേ. ഇത് കണ്ടോ, ഇത് ടൊമാറ്റോ പോലെ നിൽക്കുന്ന ഈ ചെറിയ കാ കണ്ടോ. ഇതിൻ്റെ പേര് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നിറഞ്ഞ് പഴുത്ത് നിൽക്കുക. ഇത് കണ്ടോ, ഇതിൻ്റെ ഇല കണ്ടോ, വഴുതനയുടെ ഇല പോലെയാണ് ഇതിൻ്റെ ഇല. കായ് കണ്ട ടൊമാറ്റോയുടെ കായ് പോലെ. നമ്മളെടുത്തിരിക്കുന്ന ആ മുളക്, അതിലേക്ക് നമുക്ക് സൂഡോമോണസ് ഒരു 5 ഗ്രാം ഇട്ട് കൊടുക്കാമേ. അങ്ങനെ ഇട്ട് കൊടുത്ത് ഒരു 1 ലിറ്റർ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അത് കുതിർത്ത് വെക്കണം. 1 മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ചതിന് ശേഷം നമ്മൾ പാകി കിളിപ്പിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ഇടുന്ന എല്ലാ വിത്തും ഉണ്ടല്ലോ, എല്ലാ അരിയും മുളച്ചു വരും. മാത്രമല്ല നല്ല കരുത്തോടെയുള്ള തൈകൾ നമുക്ക് വളർന്നു കിട്ടും. നമ്മൾ മുളകിൻ്റെ അരി പാകാൻ വേണ്ടിയിട്ട് ഒരു ഗ്രോ ബാഗിൽ അടിയിൽ നമ്മൾ കരിയിലയൊക്കെ നിറച്ചേക്കുവാണേ, നല്ല ഉണങ്ങി പൊടിഞ്ഞ കരിയില. അതിൻ്റെ മുകളിൽ മേൽമണ്ണ് നിറച്ചിട്ടേക്കുവാണേ. അപ്പോൾ അതിലേക്ക് നമുക്ക് നല്ല ഇളകി കിടക്കുന്ന മണ്ണാണ്, അതിലേക്ക് നമുക്ക് പായി കൊടുക്കാമേ.
ഇത് നമ്മൾ സൂഡോമോണസിൽ കുതിർത്തിട്ടിരുന്നതാണേ. അപ്പോൾ അതിനെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പം ഇതിൻ്റെ തോലും കൂടെ ഇതിൽ വന്നിട്ടുണ്ടേ. പക്ഷേ അതതിനകത്ത് അങ്ങ് ഇതായിക്കോളും. നമ്മുടെ സീഡ് മുളച്ച് വരുമേ. അപ്പോൾ ഇത് പാകിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉണ്ടല്ലോ, ഞാൻ സാധാരണയായിട്ട് ചെയ്യുന്നത് ചകിരിച്ചോറുണ്ടല്ലോ, അത് ഇതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കുമേ. കുറച്ച് എയർ സർക്കുലേഷനൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഈ വിത്തിന്. അപ്പോൾ ഇതാകുമ്പോൾ വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് കുറച്ചൊന്ന് ഇട്ട് കൊടുത്താൽ മതിയേ. ഉണ്ടോ, ഇതിന് ചെറുതായിട്ടൊന്ന് തൂക്കി കൊടുത്താൽ മതി. ഇനി നമ്മൾ വെള്ളമൊന്നും ഇപ്പോൾ കൊടുക്കണ്ട. ഇതിന് നമ്മൾ ഓൾറെഡി നമ്മൾ കൊടുത്തല്ലോ, ഈ സൂഡോമോണസിൽ എല്ലാവരും തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ നമ്മൾ ഷെയ്ഡിൻ്റെ അടിയിലോട്ട് വെള്ളമൊന്നും അധികം വീഴാത്ത രീതിയിൽ നമ്മൾ മാറ്റി വെക്കണം. പിന്നെ നമ്മൾ വെള്ളമൊക്കെ സ്പ്രേ ചെയ്തേ ഒഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ കൈ കൊണ്ട് കുടഞ്ഞു കൊടുത്താൽ മതിയേ. അങ്ങനെ നമ്മൾ ചെയ്യാവുള്ളൂ. നമ്മൾ മുളകിൻ്റെ അരിയൊക്കെ പാകി ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ അതെല്ലാം കിളിച്ച് വരും. അങ്ങനെ കിളിച്ച് കഴിഞ്ഞ് ഒരു 10 ദിവസം അല്ല 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പറിച്ച് മാറ്റി വെക്കത്തക്ക പാകമാകും. ഒരു 5 ഇല പരുവൊക്കെ ആകുമ്പോഴത്തേക്ക് 20 ദിവസമൊക്കെ എടുക്കും. അപ്പോഴത്തേക്ക് ആ ഒരു പാകത്തിൽ നമുക്ക് തൈനെ മാറ്റി വെക്കാമേ, മാറ്റി നട്ടുപിടിപ്പിക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം. അതിനുവേണ്ടി നമ്മൾ ഗ്രോ ബാഗിൽ എങ്ങനെയാണ് മിക്സൊക്കെ നിറയ്ക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ സമയത്തൊക്കെ നല്ല മഴയായതുകൊണ്ട് നമ്മൾ മണ്ണൊക്കെ എടുത്ത്, പിന്നെ മഴ കൊള്ളാത്തടുത്ത് കുറച്ച് മണ്ണൊക്കെ ഇട്ടേക്കണം നമുക്ക് ഗ്രോ ബാഗൊക്കെ നിറയ്ക്കാനായിട്ട്. അപ്പം നമുക്ക് ഈ മഴയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് സമയങ്ങളൊക്കെ കിട്ടും. വേറെ ജോലികളൊക്കെ കുറവുള്ള സമയത്ത് നമുക്ക് ഇതുപോലെ ഗ്രോ ബാഗിലൊക്കെ നിറയ്ക്കാൻ പറ്റും. ചള്ള പിടിക്കാത്ത മണ്ണ് നമ്മൾ നനയാത്ത ഒരിടത്ത് സൂക്ഷിക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. നമുക്ക് ഈ മുളക് കൃഷിക്ക് ഏറ്റവും നന്നായിട്ട് വേണ്ടത് കമ്പോസ്റ്റാണ്. കരിയില കമ്പോസ്റ്റ് പോലെ കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ്, അതൊക്കെയാണ് നമുക്ക് ഈ മുളക് കൃഷിക്ക് ഏറ്റവും നല്ലത്. അതിൻ്റെ കൂടെ കുറച്ച് ചാണകപ്പൊടി മേൽമണ്ണും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. നമ്മളൊരു തൈ നട്ട് പിടിപ്പിക്കാൻ വേണ്ടി അടിയിൽ നമ്മൾ കരിയില ഇട്ട് കൊടുത്തേ. അതിനുശേഷം നമുക്ക് പിന്നെ കരിയില കമ്പോസ്റ്റും മേൽമണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് കമ്പോസ്റ്റാണ് ഏറ്റവും നന്നായിട്ട് വേണ്ടത്. അപ്പം കമ്പോസ്റ്റിൽ നമ്മളങ്ങ് ഇച്ചിരി ചാണകം കൂടി ഇട്ടങ്ങ് നട്ട് കൊടുത്താൽ മതി. വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ലേ. ഇതിപ്പോൾ നല്ല കരിയില കമ്പോസ്റ്റാണ് കൂടുതലുമേ. നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കുക. നമ്മളിതിലോട്ട് വെച്ച് കൊടുത്താൽ മതിയേ. ഒരു ചെടി നമ്മളിതിൽ വെച്ച് കൊടുത്തേക്കുവാണേ. ഇതിപ്പോൾ നല്ല രീതിയിൽ കിളിച്ച് വരും. കണ്ടോ, നമ്മളിതിന് കൂടുതലായിട്ട് ഈ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസറൊന്നും നമ്മൾ കൊടുക്കാറില്ല. നമ്മൾ കൊടുക്കുന്നത് കൂടുതലും ജൈവവളങ്ങളാണ്. അതിനകത്ത് കൂടുതൽ ചാണകമുണ്ടല്ലോ, ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ചാണകപ്പൊടി എല്ലുപൊടിയും കൂടെ തലേന്ന് ഇട്ടിട്ട് പിറ്റേന്ന് തൊട്ട് നമുക്ക് നേർപ്പിച്ചൊഴിച്ച് കൊടുക്കാം. അതുപോലെ പച്ചച്ചാണകമാണെങ്കിൽ നല്ല രീതിയിൽ നേർപ്പിച്ച് നമുക്ക് കൊടുക്കാം. കഞ്ഞിവെള്ളത്തിൻ്റെ തെളി ഇതൊക്കെ നമ്മൾ മഴ സമയത്ത് കൊടുക്കാൻ പാടില്ല. മഴ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇതിൻ്റെ ചുവട്ടിൽ നമുക്ക് ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം പൊടിയായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് കണ്ടോ, ബയോഡൈറ്റ് എന്ന് പറയുന്ന ഒരു പിന്നെ സമ്പുഷ്ട ജൈവവളമാണേ. ഇത് നമുക്കിട്ട് കൊടുക്കാമേ. ഇതിട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല രീതിയിൽ നമ്മുടെ ചെടി വളരുക. ഇതുപോലെ നിറച്ച് ഉണ്ടല്ലോ മുളകുണ്ടാവുമേ. ഇതുപോലെ നിറച്ച് മുളകുണ്ടാവും. ഇതൊക്കെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പം നമുക്കിവിടെ ഒത്തിരി മുളകുണ്ട്. നമുക്ക് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനും എല്ലാം ഉള്ള മുളക് നമുക്കിവിടെ ഉണ്ട്. നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ ചാണകപ്പൊടിയും മണ്ണും എല്ലാം കൂടെ മിക്സായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാമേ. കമ്പോസ്റ്റ് എല്ലാം കൂടെ ഉള്ള മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇന്ന് സാധാരണയായിട്ട് പിന്നെ ഒരു മണ്ടയടപ്പ് രോഗം അങ്ങനത്തെ ഒരു അസുഖങ്ങളൊക്കെ വരാറുണ്ട് മുളകിനെ. അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഈ പിന്നെ നീം ഓയിലുണ്ടല്ലോ, അതും ഷാമ്പും കൂടെ ഉള്ള മിക്സ് നമുക്ക് 10 ഡ്രോപ്സ് നീം ഓയിലും
അതുപോലെ ഒരു തുള്ളി ഇത് പിന്നെ ഷാമ്പുവും കൂടെ നമുക്ക് ഒഴിച്ചിട്ട് നമുക്കിതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അസുഖങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ചെടിയെ രക്ഷിക്കാൻ പറ്റുമേ. മറ്റേ ജൈവവളങ്ങളൊന്നും ഇതിൻ്റെ ചുവട്ടിലോട്ട് നമ്മൾ ഈ തോല്, സവാളയുടെ തോല് അങ്ങനത്തെ ഒന്നും കൊണ്ട് ഇട്ട് കൊടുക്കരുത്. അങ്ങനെയൊക്കെ ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ നമ്മുടെ ചെടി നശിച്ചു. അപ്പം ഈ ഒരു വളം നമുക്ക് ഇട്ട് കൊടുക്കാമേ. അവിടെ 2 സൈഡിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോഴും നമ്മൾ ജൈവവളമാണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഇതിൻ്റെ തണ്ടിനോട് ചേർത്ത് ഇട്ട് കൊടുക്കരുത്. അങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നമുക്കൊന്ന് വെള്ളമെടുക്കാമേ. നമുക്ക് ഇതിൻ്റെ വിളവെടുക്കാമേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ലൈക്ക് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ മുളകൊക്കെ നമ്മൾ വിളവെടുത്തിരിക്കുവാണേ. കണ്ടോ, ഇത്രയും മുളക് നമുക്ക് കിട്ടി.